എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെ ഔപചാരികമായ ഒരു കൂടിച്ചേരലല്ല. നമ്മൾ പരസ്പരം അറിയാവുന്ന ഒരുപാട് പേരുടെ ഒരു ഒത്തുകൂടലാണ്. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു അവിചാരിതമായ ഒരു യാദൃശ്ചികതയാണ്. ഏതാണ്ട് കൃത്യമായും പറഞ്ഞാൽ ഒരു വർഷവും ഒരു ദിവസം മുമ്പ് ഇതേ വേദിയിൽ ലാൽ ഉൾപ്പെടെയുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത ഒരുപാട് പേര് ഒത്തുകൂടിയ ഒരു ദിവസമാണ്. എൻ്റെ സിനിമാ ജീവിതത്തിലെ 40 വർഷങ്ങൾ പൂർത്തിയായ ആ ആഘോഷം എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ ശിഷ്യന്മാർ സംഘടിപ്പിച്ചതാണ്. ഇന്ന് 37 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സന്തോഷം കൂടെ നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. കിരീടം റിലീസാകുന്നത് 1989 ജൂലൈ 7-ാം തീയതിയാണ്. ഏതാണ്ട് 37 വർഷങ്ങൾക്ക് ശേഷം ഈ വരുന്ന ജൂലൈ ആദ്യവാരം തിയേറ്ററുകളിലേക്ക് അതിൻ്റെ റീമാസ്റ്റർ വേർഷൻ എത്തുകയാണ്. അത് സാധ്യമായത് NFDCയുടെ സഹകരണത്തോടുകൂടിയാണ്. ആദ്യമായിട്ടാണ് NFDC ഒരു മലയാള ചിത്രം അതിൻ്റെ നമ്മുടെ ഭാഷയിൽ നമ്മൾ റീമാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ അവർ അതിൽ പ്രിസർവേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ഒരു റിസ്റ്റോറിങ്ങാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ആദ്യമായിട്ട് അതിൻ്റെ റിസ്റ്റോറിങ് സംഭവിച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ ഈ കഴിഞ്ഞ IFFIൽ ഗോവയിൽ നടന്ന ഫെസ്റ്റിവലിൽ അതിലൊരു പ്രീമിയർ ഷോ, റെഡ് കാർപ്പറ്റ് പ്രീമിയർ ഷോ സംഘടിപ്പിച്ചിരുന്നു. NFDCയുടെ MD ശ്രീ പ്രകാശ് മൊത്തം ഇപ്പോൾ നമ്മളുടെ കൂടിയുണ്ട്. അന്ന് ഇതിൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് ഹോൾഡറായ ശ്രീ ശിവകുമാരനെയായി അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ ഒരു മലയാളികളല്ലാത്ത വിദേശ ഡെലിഗേറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സദസ്സിന് മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഇക്കാലം അത്രയും നമുക്ക് ലഭിച്ച ആ സിനിമയെക്കുറിച്ചുള്ള അപ്രീസിയേഷനിലേക്ക് ഏറ്റവും പരമോന്നതമായ ഒരു അവസ്ഥ അനുഭവിക്കാൻ എനിക്ക് അവിടെ കഴിഞ്ഞു. ഇന്ന് വീണ്ടും തിയേറ്ററുകളിൽ ഒരിക്കൽ കൂടി കാണാൻ മലയാളികൾ ആഗ്രഹിക്കുന്ന ഈ ചിത്രം എത്തുമ്പോൾ അത് അതേ സ്വീകാര്യത ഈ സിനിമയ്ക്കുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ സന്തോഷം നിറഞ്ഞ ഈ സമയത്ത് നിൽക്കുമ്പോഴും ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടി നമ്മോടൊപ്പമുണ്ട്. കടന്നു വരുമ്പോൾ നിങ്ങൾ കണ്ടു, ഈ സിനിമയുടെ ഭാഗമായിരുന്ന ഈ സിനിമയുടെ തിരശ്ശീലയ്ക്ക് മുമ്പിലും പിൻപിലുമായി പ്രവർത്തിച്ച ഒട്ടനവധി പേർ ഇന്ന് ഇവിടെ നമ്മോടൊപ്പമില്ല. നമ്മോടൊപ്പം ഇന്ന് ഉള്ള ഞാനുൾപ്പെടെ എല്ലാവരുൾപ്പെടെ ഈ സിനിമയുടെ ഭാഗമായിരുന്നു ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പേരെയും ഇവിടേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ലാലിൻ്റെ സ്വാഭാവികമായിട്ടും ലാലിൻ്റെ ഭാഗമാണെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. ലാൽ തന്നെ പറഞ്ഞ സമയത്ത് ലാൽ തന്നെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ലാലിനെ കാണാൻ ചെല്ലുമ്പോൾ ഇതിലൊരു പ്രീവ്യൂ, ഒരു പ്രീമിയർ ഷോ, ഒരു സെലിബ്രിറ്റി ഷോ നടത്താനുള്ള ഒരു ഡേറ്റാണ് ചോദിക്കാൻ ചെന്നത്. ലാൽ അത് സമ്മതിച്ച ശേഷം പറഞ്ഞു, 22-ാം തീയതി ഞാൻ ഫ്രീയാണ്, അന്ന് നിങ്ങൾക്ക് എന്നെ കണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ലോഞ്ച്, ഈ ട്രെയിലർ ലോഞ്ചിൻ്റെ ചടങ്ങ് കൂടെ നമ്മളതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം ചെന്നു എന്ന് പറയുന്ന പോലെ അദ്ദേഹം ഇതിൻ്റെ ഭാഗമാണ്. എത്രമാത്രം ഹൃദയത്തിലേക്ക് അദ്ദേഹം ഈ സിനിമയെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ലൊക്കേഷനിൽ നിന്ന് ഇതിൻ്റെ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലർ കാണിച്ചപ്പോൾ അദ്ദേഹം ഓരോ സീനുകളും ഓരോരുത്തരെയും കാണുമ്പോഴൊക്കെയും അദ്ദേഹം അതിനോട് കാണിക്കുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു റിയാക്ഷൻസ് എന്നെയും ഞങ്ങളെല്ലാവരും വല്ലാതെ സ്പർശിക്കുകയുണ്ടായി. മറ്റൊരു സന്തോഷം ഒരുപക്ഷെ ഈ സിനിമയുടെ നായിക ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഞാൻ അശ്വതിയെ പാർവതിയെ വിളിക്കുമ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് പാർവതി എത്തുന്നു എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ദീർഘകാലമായി സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമുകളിലും പാർവതി പ്രത്യക്ഷപ്പെട്ടതായി കണ്ടിട്ടില്ല. എങ്കിലും ഞാനിത് പറഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചിട്ട് വന്നു, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഞാൻ വരുന്നു എന്നുള്ളത്. അതും വലിയ സന്തോഷം. അങ്ങനെ സേതുമാധവൻ്റെ ദേവിയും ഇവിടെ എത്തിയിരിക്കുന്നു. ഈ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരായിട്ടുള്ള ക്യാമറാമാൻ കുമാറുണ്ട്, കൈതപ്പുറം ദാമോദരൻ വലിയ അദ്ദേഹമുണ്ട്, MG ശ്രീകുമാറുണ്ട്, എഡിറ്റർ ഭൂമിനാഥൻ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള
അഭിനേതാക്കളായിട്ട് മണിയൻ പിള്ളരാജുണ്ട്, ജഗദീഷ് ഇവിടെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. ഉഷയുണ്ട്, കൊല്ലം തുളസിയുണ്ട്, പൂജപ്പര രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ ഈ സിനിമയുടെ ഭാഗമായിരുന്ന ഒട്ടുമിക്ക പേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഉടനെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു വലിയ കൂടിച്ചേരൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ ഈ ഒരു വേദിയിൽ ഒരിക്കൽ കൂടി കണ്ടുമുട്ടാനായിട്ട് നമ്മുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാനൊക്കെ കിട്ടിയ ഈ അവസരത്തിന് വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നിമിഷങ്ങളാണ്. ഇവിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയവർ ഒരുപാട് പേരുണ്ട്. തിക്കുസി ചേട്ടനും ശങ്കരാടി ചേട്ടനും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ശ്രീനാഥ്, മുരളി, തിലകൻ ചേട്ടൻ, പനുമ ചേച്ചി, വിലോപന ചേച്ചി, കനകലത, ഒരുപാട് പേര്, ജോൺസൺ മാസ്റ്റർ കുടുംബം ഇതിവിടെ എത്തിച്ചേരേണ്ടതാണ്, എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് സങ്കടപ്പെട്ടിട്ടുള്ളത് ഒരാളുടെ അഭാവം ലോഹിദാസിൻ്റെതാണ്. ലോഹി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ഇപ്പോഴും മോഹിക്കുന്നു. ലോഹിയുടെ ആ ഒരു അസാന്നിധ്യത്തെ നികത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വേദിയിലേക്ക് ഇനി വിളിക്കേണ്ടത് ലോഹിയായിരുന്നു. ലോഹിക്ക് പകരം ലോഹിയുടെ മക്കളെ 2 പേരും ഞാൻ ഇവിടെ ക്ഷണിക്കുകയാണ്. ഹരികൃഷ്ണൻ ദാസ്, വിജയശങ്കർ ദേവദാസ്. ചക്കര. ഞങ്ങൾ കിരീടത്തിൻ്റെ ലൊക്കേഷൻ ആദ്യം പാലക്കാട് ഭാഗത്താണ്, ചിറ്റൂരാണ് ഉദ്ദേശിക്കുന്നത്. ലൊക്കേഷൻ കാണാൻ പോയി വരുമ്പോഴേക്ക് ലോഹി വല്ലാതെ ഒരു ടെൻഷനാണ്. കാരണം ലോഹിയുടെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവം അടുത്തിരിക്കുന്നു, ഏത് ദിവസവും പ്രസവം സംഭവിക്കാം. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ചുറ്റോട് ഭാഗത്തൊക്കെ തിരിച്ച് വടക്കാഞ്ചേരിയിലെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി ലോഹി ഫോൺ ചെയ്തു. അപ്പോൾ അറിയുന്നു ഈ ചക്കര ജനിച്ചു. അങ്ങനെ അവർ ജനിക്കുന്നതിന് മുമ്പ് അവരുടെ അപ്പൻ എഴുതിയ ഒരു മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയുടെ ഈ ആഘോഷവേളയിലേക്ക് അവരെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അച്ഛനെ കുറിച്ച്, അച്ഛൻ്റെ സിനിമയെ കുറിച്ച് കിരീടം സിനിമയെ പറ്റി പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, അച്ഛൻ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് സേതു. അത് ആ സിനിമ ഞാനൊക്കെ ഈ പറഞ്ഞ ചെറുപ്പത്തിൽ തൊട്ട് എപ്പോഴും ടി വിയിലൊക്കെ പലപ്പോഴും കണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും അന്ന് ആ ഒരു തലമുറ ഫ്രഷ് ആയിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവത്തെ പറ്റി ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നിപ്പോ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു മാർഗം ഇതാണ്. അതിനെ റിസ്റ്റോർ ചെയ്ത് അതിനെ അന്നത്തെ ഒരു ദൃശ്യഭംഗിയിൽ തന്നെ അവതരിപ്പിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ടി വിയിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ഇത് അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം വീണ്ടും എല്ലാവർക്കും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു 37 വർഷത്തിന് ശേഷം കിരീടത്തിന്റെ ഓർമ്മകൾ ഇത്രയും ഗ്രാൻഡായിട്ട് വീണ്ടും നമുക്ക് പുതുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. മാത്രമല്ല ആ ഒരു കൂട്ടായ്മയിൽ ശ്രീ മോഹൻലാൽ, പാർവതി എന്ന് വേണ്ട അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും, എൻ്റെ പാർട്ണറായ ഉണ്ണി, സിബി, ഞങ്ങളെല്ലാവരും തന്നെ അതിനകത്ത് വേണ്ടപ്പെട്ട എല്ലാവരും ഇവിടെ ഉണ്ട്. അതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ഇവിടെ കുറേ പേര് നമ്മൾ വിട്ടുപോയ കഥ സിബി ഓൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഉണ്ണിയും അന്നേ സുഹൃത്തുക്കളാണ്. അങ്ങനെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് വന്നൊരു വിഷയമാണ് നമുക്കൊരു സിനിമ എടുത്തുകൂടെ, അപ്പോൾ ആരെ വെച്ചെടുക്കും എന്നുള്ളതായി അടുത്ത്. അങ്ങനെ വന്നപ്പോഴേക്ക് വേറെ ആരുമില്ല എന്ന് ഞങ്ങൾ വളരെ കോമൺ സുഹൃത്താണ് ശ്രീ മോഹൻലാൽ. അങ്ങനെ തീരുമാനിക്കുകയും കൃപ ഫിലിംസ് എന്നൊരു ബാനർ രജിസ്റ്റർ ചെയ്യുകയും, കൃപ എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, കൃഷ്ണകുമാറും പണിക്കരും കൂടെ ചേർന്നാണ് കൃപ എന്നുള്ള ബാനർ തന്നെ അന്ന് ഇട്ടത്. അങ്ങനെ നേരെ മോഹൻലാലിനെ അന്ന് തൂവാനത്തുമ്പികളുടെ സെറ്റിൽ തൃശ്ശൂർ പോയി കാണുകയാണ്. അവിടെ ചെന്നപ്പോൾ അത്രയും നമ്മളോടുള്ള സൗഹൃദമുള്ളതിന്റെ പേരിൽ ശരി ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, 1-2 വർഷം വെയിറ്റ് ചെയ്ത് വരും. ഇതാണ് നമ്മൾ ആദ്യം കേട്ട ഡയലോഗ്. പക്ഷെ ഞങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്താണ് 89-ൽ പിന്നെ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അതിന് സഹകരിച്ച ആദ്യം ഇതിന് ഡേറ്റ് തന്ന ഞങ്ങൾക്ക്
ഈ ഒരു സിനിമയ്ക്ക് ജീവൻ നൽകിയ ശ്രീ മോഹൻലാലിനോട് ആ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ് തന്ന് നമുക്ക് ആ ചിത്രത്തിന് അടിത്തറ ഉണ്ടാക്കി തന്ന ശ്രീ ലോഹിദാസ് നമ്മളെല്ലാം വിട്ടുപോയി. അദ്ദേഹം ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. പിന്നെ ഈ സിനിമ ഇത്രയും വിജയകരമാക്കി തീർത്തത് വേറെ ആരുമല്ല, സിബി മലയിൽ തന്നെയാണ്. ഏറ്റവും ലിമിറ്റഡ് ബഡ്ജറ്റിൽ അന്നത്തെ കാലാവസ്ഥയിൽ ആ സിനിമയ്ക്ക് കൊടുക്കാവുന്ന മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ വളരെ നൈസായിട്ട് സിനിമ എടുത്ത സിനിമ ഏറ്റവും വിജയ ചരിത്രങ്ങൾ കുറിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാൻ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു. പിന്നെ അത് അപ്രവാളിയിൽ പകർത്തണമെങ്കിൽ ഒരാൾ വേണം. അത് കുമാറിന്റെ ജോലി വളരെ ഭംഗിയായിട്ട് നടത്തി. അങ്ങനെ നന്ദി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരോടും പറയേണ്ടി വരും. പിന്നെ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ. ആ പാട്ട് പാടിയത് വേറെ ആരുമില്ല, നമ്മുടെ ശ്രീകുട്ടനാണ്. ശ്രീകുട്ടന്റെ ആ പാട്ട് നാഷണൽ ലെവൽ റെക്കഗ്നിഷൻ വരെ കിട്ടി. ശ്രീ മോഹൻലാലിന്റെ നാഷണൽ റെക്കഗ്നിഷൻ കിട്ടി. ഞങ്ങളുടെ കിരീടം എന്ന ചിത്രത്തിലൂടെ ഞാനും ഉണ്ണിയും നല്ലൊരു തുടക്കം കുറിച്ചു. പിന്നെ നമ്മുടെ പാർവതി ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ശേഷമാണ് നമ്മൾ തമ്മിൽ നേരിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ചിത്രത്തിന്റെ ഭാഗമായിരുന്ന എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ഇങ്ങനെ ഒരു തോട്ട് വന്നതും ഈ റീമാസ്റ്ററിങ് എന്നുള്ള സംഭവം വന്നത് തന്നെ പുതിയൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾ ഇനി വീഡിയോയിൽ കണ്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ടി വിയിൽ കണ്ടിട്ട് കാര്യമില്ല. ശ്രീ മോഹൻലാൽ എന്തായിരുന്നു അന്നത്തെ കാലത്ത്, എന്തായിരുന്നു നിന്റെ അച്ഛനാടാ പറഞ്ഞേ കത്തി താഴെടാ ഇതിലേക്കാൻ പറഞ്ഞ ഡയലോഗ്, അതെല്ലാം ആ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ കാണണം, കേൾക്കണം. താങ്ക് യു വെരി മച്ച്. ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ട്. കാര്യം ഈ കിരീടം എന്നുള്ള ചിത്രത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതിൻ്റെ ഒരു വേദന വല്ലാതുണ്ട്. ഒന്നത്. രണ്ട്, എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിരുന്ന പാരിലാലിൻ്റെ സഹോദരനാണ് മോഹൻലാൽ. ലാലിൻ്റെ ഒരൊറ്റ വാക്കിലാണ് ഈ ചിത്രം ഉണ്ടാകുന്നത്. ലാൽ അന്ന് എന്നെ വിശ്വസിച്ച്, ദിനേഷിനെ വിശ്വസിച്ച് ഈ ഒരു പടം ചെയ്യാൻ തയ്യാറായപ്പോൾ ഞാൻ ആദ്യം സിബിയെ കാണുന്നു. സിബിയും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് പല പടങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പൂച്ചക്കുരു മൂക്കുത്തി പ്രിയദർശൻ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന പൂച്ചക്കുരു മൂക്കുത്തിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഞാൻ. സിബി അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ ബന്ധത്തിലാണ് സിബിയും ഞാനുമായിട്ട് ഈ ചിത്രം ചെയ്യാൻ തയ്യാറായത്. അത് അന്ന് ലാല് ആ ഡേറ്റ് എനിക്ക് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാവില്ല. പക്ഷെ ആ ചിത്രത്തിൻ്റെ കൂടെ അതിൻ്റെ ശക്തിയായിരുന്ന, അതിൻ്റെ ഓരോ വാക്കിലും അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടിരുന്ന എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ലോഹി എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ലാത്തതിലുള്ള വേദന എനിക്ക് വല്ലാതായിട്ട്. ലോഹി ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരാഴ്ച കൊണ്ട് എഴുതി തീർന്ന സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് പരിപൂർണമാക്കി ബൈൻഡ് ചെയ്ത് ലാലിനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ നിൽക്കുന്ന പാർട്ട്ണർ ഉൾപ്പെടെ ഈ സബ്ജക്റ്റിന്റെ ഫൈനലിൽ ലാല് തോറ്റുപോയാൽ പടം ഓടുമോ? വിജയകുമാറിന് പ്രശ്നം ഉണ്ടായിരുന്നു. വിജയകുമാറും ഞാനും സിബിയും ലോഹിയും ഒക്കെ ആയിരുന്നു സംസാരിച്ചു. അന്നും ലാല് ശക്തി തന്നു, നമുക്ക് ഈ ചിത്രം ചെയ്യാം. അന്ന് ഈ ചിത്രം ധൈര്യമായി ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വന്നു. അതിനുവേണ്ടി ലാല് കൂടെ നിന്നു. ആ ചിത്രം വൻ വിജയമായി തീർന്നു. അതിനുശേഷം ഒരു ദിവസം എറണാകുളത്ത് വെച്ച് ഞാനും സിബിയും നടക്കാൻ ഇറങ്ങിയപ്പോൾ രാത്രി നൈറ്റ് എഡിഷൻ പേപ്പർ വാങ്ങിക്കാനായിട്ട് പോയി. അന്ന് നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന ദിവസമാണ്. ലാലിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ പോയത്. അന്ന് ഇതേപോലെ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. സിബിയും ഞാനും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് പത്രം വാങ്ങിച്ച് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ കിരീടത്തിന് സ്പെഷ്യൽ മെൻഷൻ അവാർഡ്. ജീവിതത്തിൽ ഇതിലപ്പുറം ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. സർവേശ്വരന്റെ സാക്ഷികൾക്ക് പറയാണ്, ജീവിതത്തിൽ അത്രമാത്രം ഞാൻ സന്തോഷിച്ച ഒരു ദിവസമാണ്. എൻ്റെ അനിയന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. മാത്രമല്ല, എന്നെ അറിയപ്പെടുന്നത് കിരീടം എന്നാണ് ഒരു സിനിമയുടെ പേര്. അത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ ചിത്രത്തിന് എൻ്റെ കൂടെ പ്രവർത്തിച്ച സകല ആൾക്കാരെയും സ്മരിച്ചുകൊണ്ട് എന്നെ വിട്ടുപോയവരുടെ മുന്നിൽ എൻ്റെ കണ്ണീർപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നിങ്ങനെയൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടായതും അതിനകത്തെ ഒരു
പാർട്ടിസിപ്പൻ്റ് ഒരു ആക്റ്റീവ് പ്ലെയർ ആവാനും കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഫിലിമിനെ പറ്റി പറഞ്ഞു, ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞു, അതിനകത്തുണ്ടായ ആ ഡെവലപ്മെൻറ്റ്സ് എല്ലാം പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇതൊരു താങ്ക്സ് ഗിവിങ് ഫോർമാലിറ്റിയാണ്. കാരണം ഈ പടം ഏതോ ഒരു ഗിഫ്റ്റ് പോലെയാണ് എൻ്റെ അടുത്തെത്തുന്നത്. അന്ന് ഞാനും മിസ്റ്റർ മോഹൻലാലോട് വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പടത്തിൻ്റെ പ്രപ്പോസൽ എന്ന് വരുന്നത്. നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് പ്രിയനുണ്ട്, ഉണ്ണിയും ദിനേശൊക്കെ പരിചയപ്പെടുന്നു. ഈ ഫിലിം വന്നപ്പം ഇങ്ങനൊരു ഔട്ട്സ്റ്റാൻഡിങ് ഫിലിമാണെന്നൊന്നും സത്യത്തിൽ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. ബട്ട് ലോഹി എന്ന് പറയുന്ന ഡയറക്ടറും സിബി എന്ന ലോഹി എന്ന റൈറ്ററും സിബി എന്ന ഡയറക്ടറും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ ഇതേതോ ഒരു നല്ല ഒരു വളരെ അക്നോളജ് ചെയ്യുന്ന ഒരു പടമായിരിക്കും എന്നൊരു വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനെല്ലാം ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ച് ക്ഷയിക്കാൻ കൊടുത്തു. ആ പടം ഞാൻ ഈ പടം വരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന അതിന് മുമ്പും അത് കഴിഞ്ഞും മിസ്റ്റർ മോഹൻലാലുമായിട്ട് 10-18 പടങ്ങൾ ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് സൂപ്പർ ഹിറ്റ്സും ചില പടങ്ങൾ മോശമായിട്ടുണ്ട്. ഈവൻ അതർവൈസ് സിനിമയ്ക്കകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ബട്ട് ഗ്രേറ്റ് ഫിലിംസ് കെയിം ഫ്രം മിസ്റ്റർ മോഹൻലാൽ ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഹിം ഫോർ ദാറ്റ് ഓൾസോ. കാരണം ഇത്രയും എൻ്റെ ബാനറിന് ഏറ്റവും സ്ട്രെങ്ത് ഉണ്ടാക്കി തന്നത് മോഹൻലാൽ ഫിലിംസാണ്. ഈ പടം നമ്മൾ ബിസിനസ് എല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അന്ന് അമേരിക്കയിൽ പോയി ഷൂട്ടിങ് അക്കരെ ഈ ആ സമയത്താണ് ഈ പടം ഇവിടെ റിലീസാവുന്നത്. അപ്പോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് വരുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട്. കാരണം പടം കണ്ടവർക്ക് യുനാനിമസ് ആയിട്ട് ഇത്രയും ഒരു ഡെപ്തിൽ പോയ ഒരു ക്യാരക്ടർ, ഇത്രയും ഡെപ്തിൽ പോയ സിനിമ എന്ന് പറയുന്ന അപ്രീസിയേഷൻ. നോ ഡൗട്ട് കളക്ഷൻസ് വെരി ഗുഡ് എന്ന് മാത്രമല്ല, ഈ പടത്തിന്റെ റിലീസ് ഇവിടെ നടക്കുന്നതിന് മുമ്പ് പ്രൊജക്ഷൻ മദ്രാസ് ഇട്ടിട്ട് ഇതിന്റെ ഔട്ട്സൈഡ് റൈറ്റ്സിന് ആൾക്കാർ അവിടെ ഭയങ്കരമായ ബഹളമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എല്ലാ ഔട്ട്സൈഡ് റൈറ്റ്സും ഈ പടത്തിൻ്റെ പോവുകയും അത് ഈവൻ ഈ പടം റിലീസ് ആവുന്നതിന് മുമ്പ് തമിഴ് എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി ലാംഗ്വേജിൽ വന്ന് എല്ലാ ലാംഗ്വേജിലും ഈ പടം സൂപ്പർ ഹിറ്റാണ്. മാത്രവുമല്ല അതിനകത്തൊരു എക്സാജറേറ്റ് ചെയ്യാത്തൊരു കോംപ്ലിമെന്റ് ഉണ്ട്. വാങ്ങിയ മറ്റ് ലാംഗ്വേജ് റൈറ്റ്സുകാരൊക്കെ ആയിട്ട് പിന്നെ പല പ്രാവശ്യവും പല രീതിയിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, എക്സലന്റ്, എവറിത്തിങ് ഫൈൻ. പക്ഷെ നിങ്ങളുടെ മോഹൻലാൽ ചെയ്തത് നമുക്ക് അത് പടത്തിൽ ആരില്ലായിരുന്നു. ഇതൊരു റിയാലിറ്റിയാണ്. ഞാൻ ഫേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. സോ ഈ പടത്തിന് അങ്ങനെ ഒരു യുണീക്ക് അച്ചീവ്മെന്റ് ഉണ്ട്. എനിക്ക് I must thank Unni and Panikirji because ഈ പടം പിന്നെ ഡയറക്ടർ ഓഫ് കോഴ്സ് സിബി അത് കഴിഞ്ഞിട്ട് കോയിൻസ് ഞങ്ങൾക്ക് പിന്നെ കുറേ പടങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. പക്ഷേ ഈ പടം നമുക്ക് റിലീസ് ചെയ്യാനും അതിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാനും പറ്റിയ ഒരു additional feather to my banner Kiridam has given. I am thankful to them and I am thankful to the director. കാരണം സിബി again ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ സിബി ചെയ്ത പടങ്ങളും ഇൻക്ലൂഡിങ് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദള 3 പടങ്ങൾക്കും ബിസിനസ് വൈസ് എനിക്ക് ചെയ്യാൻ പറ്റി. കാരണം അങ്ങനെ സിബി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സംവെയർ ഇറ്റ് വാസ് വർക്ക്ഡ് വണ്ടർഫുള്ളി ഫോർ മൈ കമ്പനി ആൻഡ് മൈ ബാനർ ഓൾസോ. ഇനി ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ഈ പടം റീമാസ്റ്റർ ചെയ്തുള്ള ബിസിനസ് ഇവിടെ വന്നപ്പോൾ ഐ വാണ്ടഡ് ടു ഡു. അപ്പോൾ റീമാസ്റ്റർ ചെയ്ത് പടം ചെയ്തതിനെ പറ്റി ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന താളവട്ടം ചെയ്യാന്നുള്ളത് മൈ വിഷ് ലിസ്റ്റ്. പക്ഷെ അതിൻ്റെ കണ്ടന്റ് ഇല്ല, അതിൻ്റെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോഴാണ് NFDCയിൽ നിന്നും എനിക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പിടികിട്ടി. അവിടെ സ്റ്റോറിൽ ഉള്ള പടങ്ങളിൽ കിരീടമുണ്ട്. ആൻഡ് കിരീടത്തിൻ്റെ പ്രിന്റ് അവിടെ ഉള്ളത് കൊണ്ട് ആ പടം ചെയ്യുന്നതല്ലേ മറ്റു പടങ്ങൾ ആലോചിക്കല്ലേ ഫസ്റ്റ് ചെയ്യുന്നൊക്കെ ഒരു അങ്ങനെയാണ് ഞാൻ NFDCയിൽ ബന്ധപ്പെടുന്നതും. ആൻഡ് ഐ ആം ഗ്രേറ്റ്ഫുൾ ടു മിസ്റ്റർ പ്രകാശ് ജി for the support. In fact, he has encouraged me to do Kiridam first. മാത്രമല്ല, one unique thing again, Mr. Prakash ji, മലയാളം സിനിമയും മറ്റ് സിനിമ എല്ലാ സിനിമയെ പറ്റി പ്രകാശ് ജിക്കുള്ള അത്രയും ഡെപ്തോ നോളജോ ഓണസ്റ്റ്ലി എനിക്കില്ല, മറ്റു പലർക്കുണ്ട്. He talks Malayalam, he understands Malayalam and he has seen a lot of Malayalam films, and coincidence again his wife is from Kerala. That may be the reason. Whatever it is great. So NFDC has played a major role in getting Kiridam as my first film for release, and I think ever since he thought process everybody is telling
there is no better film than Kireedam because of the content value, no doubt the the making value, the acting value, everything put together. This is most ideal film which could go today's scenario, national, I mean all over India, it can fetch a good response, and God bless, we look forward to a good outcome and mass acceptance for this film. Thank you everybody for this. നമസ്കാരം. എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻലാൽജി, ശ്രീ മോഹൻലാൽജി, we are so happy that he has got Dada Saheb Phalke award this year. Congratulations to you, sir. എനിക്ക് മലയാളം അറിയാം, പക്ഷേ സംസാരിക്കാൻ ഇച്ചിരി പാടാണ്, so I will speak in English. I'm so happy to be here in this fantastic occasion. I have seen Sir Kireedam many times, and this is one of my favorite films also. So I'm so happy that this film is getting released. And I was just talking to Mohanlalji about this entire preservation. This is such an old movie, but if we can preserve our cinema, then only we can be able to watch it. And that's why this gem of a Indian cinema, cult classic, the 35mm print is there. We have preserved for many years in our Pune archive, and that's how we could be able to do this restoration. 35mm is the best source, and that's why 4K restoration is possible. I request all the film industry members here, because I'm sure Malayalam cinema is one of the best in terms of Indian cinema. So whosoever is having such films, such prints or any other material, please come forward and deposit that element in the archive, because if only we preserve now, our future generations will be able to see it. And archives job is not only preservation, because the technology has changed from analog to digital. So if we have to see the films in theaters now, we have to digitize and restore. I am very happy to also share that we have many such Malayalam films in our collection in Pune, and we are working on these restorations. Hopefully in future some of these will also come out and be able to be watched by film lovers. So thank you, Vijayji, thank you, Sri Malayal sir. Just to add to that, restoration, though it's a technical process, but it's also a very aesthetic process. When we restore film, the idea is it should be seen as it was released. So that's why Sri sir and the photographer, cameraman, they supervise the entire grading process, color grading process. So because they are the makers, so they should be able to see how this restoration, both picture and sound, is being done. So I'm so happy that this one of the best Indian cinema history has seen is getting released. So congratulations to all of you. Thank you. എല്ലാവർക്കും നമസ്കാരം. കിരീടം എന്ന സിനിമ ഇപ്പോൾ 37 ഇയേഴ്സായി റിലീസായിട്ട്. പക്ഷേ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോഴും അതിലെ ദേവിയെ പറ്റിയാണ് എപ്പോഴും എന്നോട് ആൾക്കാർ പറയാറ്. അതെനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. എന്നെ 2-3 ദിവസം മുമ്പ് സിരി സാർ വിളിച്ചപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു കടമ കിട്ടാനുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് ആരോടും ഞാനൊരു നന്ദി ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഈ ഒരു ക്യാരക്ടർ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് സിബി സാറിനോട്, ഉണ്ണിച്ചേട്ടൻ, ദിനേശ് പണിക്കർ, വിജയകുമാർ സർ, എല്ലാവരോടും, കുമാർ സർ, എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു സപ്പോർട്ടിങ് കോസ്റ്റാറായിട്ട് നിന്നതിന് എനിക്കറിയില്ല ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. തിരിച്ചും ഈ ഒരു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയല്ലോ. താങ്ക് യു സോ മച്ച്.
എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ എൻ്റെ കൂടെ അഭിനയിച്ചവരെ ഓർത്ത് സങ്കടമുണ്ട്, പുതിയ രീതിയിൽ ഇങ്ങനെ വരുന്നതിൽ സന്തോഷമുണ്ട്. എന്തായാലും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയവരെ ഓർക്കാൻ അവർ പരലോകത്തിരുന്ന് ഒരു പക്ഷേ ഈ സംഭവങ്ങൾ കാണുന്നത് സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊരു 30 seconds എണീക്കുന്ന ഒരു മോൻ 37 വർഷങ്ങൾക്ക് മുമ്പാണ് കിരീടമാക്കുന്നത്. അന്ന് ഉണ്ടായിരുന്നവരിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലും പാർവതിയും ഞാനും ജഗദീഷും ഉഷയും. ബാക്കി എല്ലാവരും നമ്മളെ വിട്ടു പോയി. അപ്പൊ ഇപ്പോഴും ഞാൻ ആ പടത്തിന്റെ കാര്യങ്ങളിലെ സെറ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു. അപ്പം സിബി മലയിൽ നിന്നുള്ള ഡയറക്ടറുടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയുള്ള ഒരാളായിരിക്കും, വളരെ സീരിയസ് ആയിരിക്കുമോ അതോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്, ചിലർക്ക് സെറ്റ് ഇടൂല വിനയം, അങ്ങനത്തെ ഒരാളാണോ അതോ ദേഷ്യക്കാരനാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പടത്തിന്റെ ഷൂട്ടിങ് ചിത്രാഞ്ജലി നടക്കുമ്പോൾ നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മലയാളത്തിൽ ആദ്യത്തെ ഒരു സീരിയലുണ്ട്, കൈരളി വിലാസം. അപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഒരു കുരങ്ങനെ കൊണ്ട് കിട്ടി. അപ്പൊ ആ സെറ്റില് എന്തോ ആവശ്യത്തിന് നെടുമുടി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, വേണു ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അരവിന്ദൻ വരുന്നുണ്ട്, ഡയറക്റ്റ് അരവിന്ദൻ. അപ്പൊ അദ്ദേഹം വളരെ സോഫ്റ്റ് അങ്ങനെ സംസാരിക്കുന്നില്ല. അത് ഞാൻ വിചാരിച്ചു സെറ്റായിരിക്കും, അദ്ദേഹം അവിടെ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കെട്ടിയിരുന്ന കുരങ്ങ് ചാടി അദ്ദേഹത്തിന്റെ തോളിൽ നിന്നിട്ട് താടിയും മുടിയിലൊക്കെ വെച്ചു. ആരായാലും അയ്യോ അമ്മ അപ്പോ അത് പിടിച്ചു മാറ്റുന്നു പറയും. അപ്പോഴും അരവിന്ദൻ ആരാ എൻ്റെ ആള്, ഇത് ഒന്ന് മാറ്റിക്കൂടെ, ആരാ ഇത് എന്ന് പറയും. അപ്പോഴത്തേക്ക് അതവിടെ കൊണ്ട് ചെട്ടിയായിരുന്ന ഒരാള് കുരങ്ങനെ പിടിച്ചു മാറ്റി. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്തിനാ ഇതിനെ വളർത്തുന്നത്. അപ്പോ ചെട്ടിയാര ആണ് ഒരു കൗതുകം. അപ്പൊ ഞാൻ സിബിയാണ് അറിയാനുള്ളത്. അപ്പൊ ഈ കിരീടത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബാലാജി സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ശ്രീ മോഹൻലാലിനോട് ഞാനും പോയി, എന്നെ വിളിച്ചത്. അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റിന് പോകുന്നു, അവിടുത്തെ അന്നത്തെ ഡിന്നർ അറ്റൻഡ് ചെയ്ത് മോർണിംഗ് ഫ്ലൈറ്റിന് വരണം, സീനെ കൊള്ളാണ്. അങ്ങനെ ഞാൻ അവിടെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ഞങ്ങൾ പോയി അവിടുത്തെ അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും ടിക്കറ്റും ഓക്കെ, എൻ്റെ ടിക്കറ്റും ഓക്കെ ഇല്ല. ഞാൻ മോഹൻലാലിട്ടൊക്കെ കോമ്പിനേഷൻ സീനുള്ളത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം മോഹൻലാലിൻ്റെ അച്ഛനുണ്ട് ഫ്ലൈറ്റ്, വിശ്വനാഥ് സാറുണ്ട്. അപ്പം ലാലി എന്നൊരു റിക്വസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ ടിക്കറ്റ് ഒരു യാത്ര ചെയ്തോട്ടെ. അതുകൊണ്ട് ഓക്കെ ഷൂട്ടിംഗ് നടക്കുന്നത്. പക്ഷെ അവിടെ എയർപോർട്ടിൽ അവർ സമ്മതിച്ചില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് സ്ഥിരം 10 പോകുന്നതാണ്, അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 1. ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാം പോയി. ഞാൻ ചെന്നൈയിൽ ഇന്നത്തെ മെഡ്രാസിൽ അവിടെ നിന്നുപോയി. പിറ്റേ ദിവസം ഫ്ലൈറ്റിനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ സീൻ ഷൂട്ടിങ്ങിന് ഞാനില്ലാത്ത സീൻ എന്ത് വന്നെന്ന് പറഞ്ഞ് എന്നെ CB കൊന്നു കൊല വിളിക്കും, അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പേടിച്ച് സെറ്റിൽ ചെന്നു. മാർക്കറ്റാണ് സെറ്റ് ഇടുന്ന സമയം. സെറ്റിൽ ചെല്ലുമ്പോൾ അന്ന് ഷൺമോഹനനാണ് എൻ്റെ പ്രൊഡക്ഷൻ ചീഫ് മാനേജർ. വളരെ ടെററാണ് പുള്ളി, എല്ലാവരും ഫയർ ചെയ്യും ഒക്കെ ചെയ്യുന്നത് ടെററായിരുന്നു. പുള്ളി എന്ത് പറയുന്നുള്ള സംഭവം. പുള്ളി വന്ന പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നന്നായി ഒരു ദിവസം ഷൂട്ട് ചെയ്ത് ഇവിടെ മാർക്കറ്റിൽ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്തത് CBയുടെ കൂടെയാണ്. ഇനി അത് അദ്ദേഹത്തിന്റെ വായി നമ്മുടെ ഞാൻ അത് കണ്ടത് സോറി, പുള്ളി സ്ഥിരം കാണാൻ സോറി, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, അതിലേക്ക് ക്ലോസ് കൊടുത്തത് കുഴപ്പമൊന്നുമില്ല, ഇത് നന്നായിരുന്നു ലൊക്കേഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് CB ഒറിജിനലി അങ്ങനെയാണ്. അരവിന്ദന്റെ കാര്യം പറഞ്ഞു, അല്ലാതെ ഒരു സെറ്റ് അല്ല, ഒരു പൊട്ടൻഷ്യൽ ഇത് അഭിനയിക്കുന്ന രീതിയൊന്നും. അത് അവിടെ നടന്നൊരു സംഭവം 37 വർഷം കൊണ്ട് ഞാൻ ആലോചിച്ചു. ഇപ്പൊ ഞാൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോ ഈ നിൽക്കുന്ന ആക്ഷനിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മോഹൻലാലിന്റെ എക്സ്പ്രഷൻ ജഗദീഷ് നല്ലൊരു അടി കണ്ടിട്ട് എത്ര കാലമായി എന്ന് പറയുന്ന ഒരു ഷോർട്ടാണ് എനിക്ക് മനസ്സിലായി. എന്തായാലും കിരീടം ഒരു വലിയ ട്രെൻഡ് സെക്ടർ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും ആൾക്കാരുടെ നെഞ്ചിൽ നോവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സെയ്ത്. അത് ഒരു സേതുമാധവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇതിന്റെ 2ാം ഭാഗം ആയിട്ട് ചെങ്കോൽ വന്നപ്പോൾ നജീബും ജഗദീഷും ഞാൻ കൂട്ടുകാരൻ ഞങ്ങൾ രണ്ടുപേരും അതിലും ഉണ്ടായിരുന്നു. അപ്പൊ ആ പടം ഇപ്പോൾ നല്ല രീതിയിൽ അന്ന് കണ്ട മാതിരിയല്ല, നമ്മൾ പുതിയൊരു എന്താ പറയാ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ പടം. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത് കണ്ട കളർ ഷീൽസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ ഷീൽസ് ഒന്നും ഇല്ല. അന്നത്തെ ഇങ്ങനെ കുറച്ച് ഷീൽസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ട ക്ലാരിറ്റി ഷീൽസ് എല്ലാം ഇവിടെ ബോഡി അദ്ദേഹമാണ് ഇതിനെല്ലാം കറക്റ്റ് ചെയ്തേണ്ടത്. ഇപ്പോഴത്തെ അന്ന് ഡിജിറ്റൽ ക്യാമറയും ഇല്ല, സ്റ്റിൽ എടുക്കാൻ പോലും. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഒരു പിക്ചർ ക്വാളിറ്റി ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സീൻസ്
ബോണി എന്നെ വിളിച്ച് കാണിച്ചു. ബോണിയായിട്ട് എങ്ങനെ പരിചയം എന്ന് പറഞ്ഞാൽ എൻ്റെ ചോട്ടാവുമ്പോൾ റിലീസ് ചെയ്തപ്പോഴും നല്ല ക്വാളിറ്റി ആയിരുന്നു, പടം നല്ല സൂപ്പർ. അതുപോലെ തന്നെ റിലീസിന് ഈ പടവും നല്ല അഴകായിട്ട് വന്നിട്ടുണ്ട്. പടം നന്നായിട്ട് അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരിക്കും. എന്തായാലും ഇവിടെ ഇന്ന് റിലീസ് ചെയ്യാൻ തോന്നിയവരുടെ മനസ്സിൽ കാര്യം നല്ല ചിത്രങ്ങൾ അങ്ങനെ വരണം. ഈ അന്നത്തെ ജനറേഷൻകാരെല്ലാം ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻകാർ അവരെല്ലാം ഈ പടം തിയേറ്ററിൽ കണ്ടവർ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവരും, ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്, ജഗദീഷ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. ജഗദീഷ് എപ്പോഴും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടാകും, ഞാൻ പറയട്ടെ. ജഗദീഷ് പറയുന്നുണ്ട് രാജു ഭാഗ്യവാനാണ്, എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും എൻ്റെ കൂടെ പഠിച്ചു. 6ാം ക്ലാസ്സിലൊന്ന് തോറ്റുപോയി, ഹിന്ദിക്ക് ഞാൻ വീക്കായിരുന്നു. പക്ഷെ ജഗദീഷ് ഇനി അത് പറയരുത്, ഞാൻ നാണം കിട്ടും പോകുന്നിടത്തൊക്കെ പ്ലീസ്. അപ്പോൾ ജഗദീഷ് എൻ്റെ അടുത്ത് പറയും അതൊക്കെ നിങ്ങളുടെ രാജു ഞാൻ ചെയ്യാം, പക്ഷെ രാജു വെളിയിൽ നടന്നിട്ട് നമ്മൾ ഒരേ പ്രായമാണെന്നുള്ളതിനും പറയരുത്. അത് ഞാൻ പറയില്ല. അപ്പൊ എല്ലാവർക്കും നല്ല ചിത്രം വീണ്ടും കാണാൻ അവസരം ലഭിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിനാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം. എൻ്റെ വീട് കുറേ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിൻ്റെ വീട് മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ലാൻഡ്മാർക്ക്. കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേരിൽ തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന, ചാനൽ 12 എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സെബി, എൻ്റെ ആദ്യ കഥ ശ്രീനിവാസൻ തിരക്കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സിബി മലയിലാണ്. ഓടൽ നമ്മാവ ആളറിയാം എന്ന് എൻ്റെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധം. സെവനാർട്സ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ. എന്താ പറയുക, എ ട്രൂ ജെന്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും, എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ വിദേശമായിരുന്നുകൊണ്ട് ഹിന്ദിയൊക്കെ ഒരുപാട് സംസാരിക്കും. ആജി എല്ലാത്തിനും ആരും. പിന്നെ മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ പഠിച്ചാണ് പ്യാർലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, MG ശ്രീകുമാറിനെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് തെക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ മണിയമ്പള രാജ് പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റില് ലാല് സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത്. തിലകൻ ചേട്ടൻ വന്ന് ടോർച്ച് അടിച്ച് നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറാമാൻ കുമാറിൻ്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്, ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെയും തിലകൻ ചേട്ടൻ്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ, ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസറിനിടാതെ തിലകൻ ചേട്ടനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്തെ വികാരങ്ങൾ മിന്നി മറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിന്റെ കൂടെയും മജീദിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ജോബിയിലായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ച് എന്നെ താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, സിറ്റുവേഷൻ അനുസരിച്ച് ആ മുഖത്ത് മാറുന്ന ഓരോ വികാരങ്ങളും, സേതുമാധവന്റെ മുഖത്ത് മിന്നി മറയുന്ന ഓരോ വികാരവും. ആദ്യത്തെ സീനില് സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആ അച്ഛന്റെ സ്വപ്നം, ആ സ്വപ്നം തകരുന്ന ആ സീനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ട്, ഇന്ന് കണ്ടായിരുന്നാലും ആർക്കും വളരെ ഇമോഷണൽ ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ലോഹിതദാസ് എന്ന ആ വലിയ എഴുത്തുകാരന്റെ മനസ്സിൽ
ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ നാളെ മകൻ സബ് ഇൻസ്പെക്ടർ ആവും, പോലീസ് ഫോഴ്സിൽ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അച്യുതൻ നായരുടെ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ ഏത് പ്രേക്ഷകന്റെയും മനസ്സറിയും ഒരു നൊമ്പരമായി തന്നെ ഉണ്ടാവും. അത് ഒരു സാധാരണക്കാരന്റെ ആക്ഷൻ ചിത്രമാണ്. അത് ട്രൂ ടു ലൈഫ് ആക്ഷൻ പിക്ചറാണ്. അതിലെ ഓരോ രംഗവും എവിടെയും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ മാത്രം അല്പം എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. ബാക്കി എല്ലാം ട്രൂ ടു ലൈഫ് ഫിലിമാണ് കിരീടം. ഇനി രസകരമായ അനുഭവത്തിലേക്ക് വരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിയിൽ കിടന്നുറങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ ടോർച്ച് അടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പൊ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കിയണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും അതല്ല അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഒരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നതാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവനാർട്സ് വിജയകുമാർ, വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എൻ്റെ മദറിന്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കും. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെല്ല് എനിക്കറിയാം, ലാബിന്റെ സ്മെല്ല് എനിക്കറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനില് റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്ക് എല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോ ഇങ്ങനെ ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം പാർവതി, താങ്ക് യു സോ മച്ച്, പാർവതിയുടെ നേരിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പാർവതിയുടെയും ഉണ്ട്. ദേവി എന്ന് പറയുന്നത് ആ മുറപ്പെണ്ണിന്റെ വിചാരങ്ങൾ നമുക്കൊക്കെ സിമ്പതി തോന്നും. ആ കല്യാണം യാത്ര ഇങ്ങനെ പോകുമ്പോൾ മാറി നിന്ന് നോക്കുന്ന സേതുമാധവൻ, അത് ഏത് കാമുകന്റെയും ആ മനസ്സിലെ വ്യഥയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കിരീടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം നൊമ്പരത്തിൻ്റെയും കൂടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല, അതിൽ നമുക്ക് വളരെയധികം വേദനയുണ്ട്. പക്ഷെ അവരുടെ എല്ലാം തന്നെ പെർഫോമൻസുകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ഇത് ക്രിസ്ത്യാനിൻ്റെ ആയിക്കോട്ടെ, ശങ്കരാടി സാറിൻ്റെ ആയിക്കോട്ടെ, കൊച്ചിൻ അനീഫ്കയുടെ ആയിക്കോട്ടെ, അങ്ങനെ മാമുക്കയുടെ ആയിക്കോട്ടെ, എൻ്റെ അച്ഛനായി അഭിനയിച്ച ഒടുവിൽ ആശാന്റെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ശ്രീനാഥിൻ്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോരുത്തരുടെയും അവിസ്മരണീയമായ മുരളിയുടെ അഭിനയം. എനിക്കിങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഹൈദ്രോസിന്റെ ആ നടന്നു വരുന്ന ആ മസിലി കാണിച്ചിരിക്കുന്നുണ്ട്, ആ വരുന്ന കീഴക്കണ ചത്ത് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ജിമ്മൊക്കെ ആയിട്ട് വരുന്ന ഹനീഫ്കയുടെ ആ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഇവരുടെ എല്ലാം തിബുർ സാറിന്റെ ഒക്കെ ആ നല്ല നല്ല നിമിഷങ്ങൾ, ഷൂട്ടിംഗ് സമയത്തുള്ള ആ നിമിഷങ്ങളൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കിരീടം ഇന്ന് മലയാള സിനിമയുടെ കിരീടമായി ഇന്നും നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസിക്കായി നിലകൊള്ളുന്നു എങ്കിൽ, അതിന്റെ ശില്പികൾ അഭിനന്ദനം അർഹിക്കുന്നു. മലയാള സിനിമ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. അവസാനമായിട്ട് ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ സ്ക്രീനിലും ഞാനൊരു ചെയറിലുമായിരുന്നു. അന്നത് വളരെ എന്റർടൈനിങ് ആയിരുന്നു. പക്ഷെ ഇന്ന് എന്റെ കൈയും കാലും വരയ്ക്കുന്നുണ്ട്. പ്ലീസ് ജോയിൻ വിത്ത് us, ലാലേട്ട. താങ്ക് യു സോ മച്ച്. ഓഫ് ചെയ്ത് തന്നാണ്. ഗുഡ് ഈവനിങ്.
മലയാളികൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോഴും അതിന് സെലിബ്രേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതിന് പകരം വയ്ക്കാൻ പറ്റാതാകും. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയുടെ ഒരു അത്ഭുതമാണ് കിരീടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടെ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല, കാര്യം അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പോൾ ജീവിച്ചിരിക്കില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിൽ നോക്കുന്നു എല്ലാവരെയും. ലൂഹിയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത്. തുമ്പികളുടെ സെറ്റ്, അതും ഞാൻ പാർവതിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ നിർമ്മിച്ചതിന് വേണ്ടി ദിനേശ് ഇപ്പം ഞാൻ നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിവി, കുമാർ, കൈതപ്പുറം സാർ, ശ്രീകുട്ടൻ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, വിളിക്കുന്ന എല്ലാവരും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ബിഗ് താങ്ക്സ് ടു NFDC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒന്നും ഒരു റെസ്റ്റോറേഷൻ ഒന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രിൻ്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം. എനിക്ക് വന്ന നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കും. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. ആദ്യത്തെ സിനിമ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് അതിൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. അവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോയുണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആ സീനൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാറ്. അത് കഴിഞ്ഞ് 10ലാണ് മാർക്ക് ഇടുന്നത്. 10 അല്ലെങ്കിൽ 100ലാണ് മാർക്ക് ഇടുന്നത്. അങ്ങനെ ഓരോരുത്തർ മാർക്ക് ഇട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് ശ്രീ. 2 മാർക്ക്, 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് പിൽക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു, അന്നത്തെ സ്റ്റേറ്റ് അവാർഡ്. അതുപോലെ അടുത്തത് ഭരതം, അന്നും നാഷണൽ അവാർഡാണ്. അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡ്. ശരി, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പിന്നെ മാറ്റങ്ങൾ സിനിമയിലുണ്ടാകും. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അതിലെ ഗാനം, ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം, പിന്നെ മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈതപ്പുറം സാർ, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ അമ്മയുടെ ഇമോഷൻസ്, ശ്രീകുട്ടൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. കാര്യം 37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ വീണ്ടും റിലീസാകുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷം. പക്ഷേ ഇങ്ങനൊരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ടടക്കുകയും ചെയ്യുന്ന സിനിമ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് കിരീടം. പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ ദുഃഖം ഞാനിപ്പം ഈയിടെ വീണ്ടും വന്നപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആൻഡ് ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം.
ഒരുപാട് കാര്യങ്ങൾ ഞാൻ വേറെ എന്തോ കാര്യം പറയുന്നതിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുറച്ച് കൂടുതൽ പറയണം. അങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല. എനിക്കൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, അതവിടെ വെച്ചു. അപ്പൊ ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ഇയാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കി. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു, താൻ 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ ഇതുകൊണ്ട് അതെടുത്തോണ്ട് പോയി. അപ്പോ വിസർജനം ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം ജഗദീഷിനോടും പിന്നെ മണിയമ്പിള്ളക്കാരോടും. ഞാൻ ആ സൗഹൃദം എന്നും നിൽക്കുന്നു. കിരീടം മുന്നേയാലും ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞാൽ കിരീടം പാലം ഒരു സിനിമയുടെ പേര് ജനക്കിടുക എന്ന് പറയുന്ന അത്രത്തോളം ആ സിനിമയുമായിട്ട് ആ സ്റ്റേറ്റ് ബന്ധപ്പെട്ടിരുന്നു. കാര്യം ഇതൊരു ചുമ്മാ ഇടാൻ പറ്റുക, ഗവൺമെന്റ് അപ്രൂവലും കൂടെ വേണം. അതിലഭിനയിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഓർക്കുന്നു. ലോകിതദാസനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. ആൻഡ് താങ്ക് യു സർ വൺസ് അഗൈൻ ഫോർ കൺസിഡറിങ് us and preserving this. റിസ്റ്റോറേഷൻ ഇസ് എ ബിഗ് പ്രോഗ്രാം. നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. സാറ് പറയായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ആരുടെങ്കിലും ഇത്തരം പോസ്റ്ററുകളോ പഴയ ഫോട്ടോസോ അങ്ങനെയുള്ള ഈ സിനിമകളിൽ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ റിസ്റ്റോർ ചെയ്യും. അപ്പോൾ ഇപ്പം അതിൻ്റെ ടോട്ടൽ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മാറി. ഇപ്പം പണ്ട് ഫിലിം ബോക്സുകളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും, പിന്നെ അത് കളഞ്ഞു പോകും. പക്ഷെ അതൊക്കെ മാറി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പുറകിൽ ബോഡി അദ്ദേഹത്തിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. സോറി ഓക്കെ. അല്ല, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിജയകുമാറിന്റെ പേരിൽ ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് നല്ല സംഭവിക്കട്ടെ. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമയാണ്. പക്ഷെ അവർ കണ്ടത് വേറൊരു ഫോർമാറ്റിലാണ്. അതൊരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സേതുമാധവന്റെ ദുഃഖത്തിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പുതിയ അനുഭവമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. ഞാനിത് എൻ്റെ ഒരു ഭാഗ്യമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നതൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് എൻ്റെ വൈഫിനോട് പറയുന്നു, ഞാൻ ഈ മഴക്കാലം ഉണ്ടാക്കിയതിന് ശേഷം കത്തി താഴെ ഇടുക എന്ന് പറയുമ്പോൾ നല്ലൊരു റിയാക്ഷനെ പറ്റി പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ വൈഫ് കഴിയുന്നുണ്ടായിരുന്നു. അതായിരിക്കും എനിക്ക് തോന്നുന്നത് സിനിമ ഇനിയും കാണുമ്പോൾ ആൾക്കാരിലുണ്ട്. കണ്ണീർ വരാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. യേശുവിനെയും പാർവതി പറയുന്നു, ഇത്രയും സുന്ദരിയായിട്ടുള്ള ഉറപ്പുണ്ണിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നടന്നു പോകുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ ഹൃദയം പൊട്ടി. ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകണം. അതാണ് ഞാൻ സീബത്ത് പറയുണ്ടായത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയിക്കും, പുറത്തേക്ക് പോകുന്ന സേതുമാധവനാണ് ആ പാട്ടിലെ ഭൂരിഭാഗം കണ്ടിട്ടുള്ളത്. അതാണ് ഒരു സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും കോമ്പിനേഷൻ പറയുന്നതിനെ ഉൾക്കൊള്ളാനുള്ളൊരു സിബിയുടെ ഒരു വലിയ മനസ്സാണ് അതിൻ്റെ വിശ്വാസം ഉണ്ടാക്കുന്നത്. പിന്നെ പലതും പറയുമ്പോൾ എനിക്ക് സങ്കടം വന്നു പോകും എല്ലാവരും. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് വിഷമങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി അനുഭവിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ആ സിനിമ ഒരു ധാരാളം വളർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കിരീടം ഷൂട്ട് ചെയ്തപ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ആൾക്കാർ കിരീടത്തിൻ്റെ ക്യാമറമാൻ വന്ന് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ അത്രയും ചെയ്തതില്ല, അറിയാതെ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ ആയതാണോ എന്ന് എനിക്ക് സംശയമാണ്. കണ്ണീർ പൂവിൻ്റെ ഞാൻ പറഞ്ഞ ആ പാട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ഒന്നും പറയുന്നില്ല എന്നത്. ഈ NFDC എന്നോട് അതിൻ്റെ റെസ്റ്റോറേഷൻ്റെ സിനിമയിൽ പോകുമ്പോൾ ശരിക്കും എല്ലാ സിനിമകളും ചെയ്യുന്നതൊരു 3 ലക്ഷം രൂപ കേരളത്തിലുണ്ട് മുമ്പിൽ. അപ്പോൾ പ്രസാദിനകത്തൊരു 2.5 കോടി മുടക്കിയിട്ട് അവിടെ ഒരു സൗജന്യം അത് വെച്ചിട്ടുണ്ട്.
ബോംബെയിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ധൈര്യത്തിലൊന്ന് വിളിച്ച് ചോദിച്ചു, LCB എന്നെ എന്തെങ്കിലും പരിചയപ്പെടുത്തിയിരുന്നു, ഇങ്ങനെ ഒരു മെഷീനുണ്ട്, അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 2-3 ദിവസം ചെയ്യുന്ന ഒരു കോളാണ്. 10-15 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താങ്ക്സ് ടു എന്നെ ചെയ്യിച്ചു. ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു, ഓഫീസിൽ ഞാൻ കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് അത് ചെയ്യാനായിട്ട്. അത് വളരെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നുണ്ടെങ്കിൽ. ഇരിക്കുന്നൊരു പോസിറ്റീവായിട്ടുള്ള സ്ഥലത്തിൽ 8K അത് സ്കാൻ ചെയ്തിട്ട് എൻ്റെ 4K നമ്മൾ കൊണ്ടുവരുന്നത്. ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് ഷൂട്ട് പിന്നെ ഗ്രേഡ് ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഇതിൻ്റെ ഡിജിറ്റൽ മാജിക് ഈ സിനിമയുടെ ഒരു കഥാപാത്രത്തിൻ്റെ മുഖത്ത് പോലും അപ്ലൈ ചെയ്തിട്ടില്ല. ആ കാണുന്ന എൻ്റെ ലൈറ്റിൻ്റെ മോശം എനിക്കുണ്ടെങ്കിൽ രണ്ടാമത് കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാം, പാർവതിയെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം, എല്ലാം ചെയ്യാം. ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഡാമേജ് ഇല്ലാതെ നിങ്ങൾ അന്ന് കണ്ട കിരീടത്തിന് അതേപോലെ കൊണ്ടുവരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. എൻ്റെ ബഹുമാനപ്പെട്ട ലാലിനും ഈ കിരീടം ടീമിനും എൻ്റെ സ്നേഹം. എനിക്ക് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ അപൂർവമായൊരു അനുഭൂതി നിറഞ്ഞ ഒരു വേദിയാണ് ഇത്. എനിക്ക് എൻ്റെ അവകാശമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇതിൽ പറഞ്ഞത് ലോഹിയാണ് എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. എല്ലാവരുടെയും നഷ്ടം തന്നെയാണ്, എന്നാലും ലോഹി ഇങ്ങനെ പിരിയാത്തൊരു സുഹൃത്തായിരുന്നു എൻ്റെ. ഈ പിന്നെ പാട്ട് ചെയ്യുമ്പോൾ ജോൺസൺ ആദ്യം എന്നെ കേൾപ്പിച്ച താളം എന്ന് പറയുന്നത് ശരിക്കും തകതയുടെ എന്നുള്ള താളമാണ് പാട്ടിലെ. കണ്ണീർ അങ്ങനെ ഒരു താളത്തില് ആ മൂഡിൽ ഒരു പാട്ടെഴുതാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും. അതെന്തോ ഒരു ഗുരുത്വം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള വാക്ക് ഇത് വന്നപ്പം അതതിന് കൃത്യമായിട്ട് വന്നതാണ് എനിക്ക്. അതുപോലെ അനുപലവിയിലെ ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴി എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും കേൾക്കാത്തൊരു സങ്കല്പമാണ്. അതൊക്കെ എനിക്ക് തന്നത് ദൈവമാണ്, മൂകാംബികയാണ്, ഞാനത് വിശ്വസിക്കുന്നു. അതേപോലെ 1000 കഴിഞ്ഞിട്ട് നിൽക്കുന്ന സൂര്യതാപമായി താതൻ്റെ ശോകം എന്ന് പറയുന്നത് അതുല്യമായ സങ്കല്പമാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കല്പമാണ്. അതൊക്കെ അമ്മ തന്നതാണ് എനിക്ക്. അങ്ങനെ ആ ഒരു നന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷം എനിക്ക് തന്നത് ഈ ടീം തന്നെ. എനിക്ക് എത്രയോ പടങ്ങൾ, എനിക്ക് എത്ര നല്ല പാട്ടുകൾ തന്നു. എല്ലാവരും സിബിയോടും ലോഹിയോടും പിന്നെ ലാലിനോടും എല്ലാവരോടും എൻ്റെ സ്നേഹമുണ്ട്. എൻ്റെ കുടുംബം തന്നെ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് കരുതുന്നു. നമസ്കാരം. മാന്യ സദസ്സന് നമസ്കാരം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ഒറ്റ വാക്കാണ് എൻ്റെ മനസ്സിൽ. ലോഹിയേട്ടൻ, സിബി, ഉണ്ണി, ദിനേശ്, വിജയകുമാർ സാർ, അങ്ങനെ എല്ലാവരും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ നടന്ന ഒരു സംഭവം 71 കോൾ ഷീറ്റ് ഫസ്റ്റ് സോങ്, സെക്കൻഡ് സോങ് 2 to 9. കൈതപ്പുറം ചേട്ടനുണ്ട്, നമ്മുടെ എല്ലാം എൻ്റെ സ്വന്തം ചേട്ടൻ ജോൺ ചേട്ടൻ, അദ്ദേഹം ഉണ്ട്. അപ്പം ഞാൻ 1 മണിയായപ്പോൾ ഞാൻ 70mm പ്രസാദ് തിയേറ്ററിലെത്തി. അപ്പം ഞാൻ കേൾക്കുന്നത് ഒരു പുതിയ ഗായകനും ചിത്രയും കൂടെ നിന്ന് പാടുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മെലഡി സോങ്. അപ്പം ഞാനത് കേട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ബ്രേക്കിന് ശേഷം 2 മണിക്ക് ചേട്ടൻ എനിക്ക് വരികൾ പറഞ്ഞു തരുന്നു, കണ്ണീർ പൂവിൻ്റെ കവളിലത്തിലൂടെ. അപ്പം ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇത്തിരി ശോകമാണ്. അപ്പോൾ അത് ആ ഫീല് കൊണ്ടുവരണം. പക്ഷെ എനിക്ക് അപ്പോഴും ആ മറ്റേ പാട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ ജോൺ സാറിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ നേരത്ത് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടൻ ആ പാട്ട് എനിക്ക് തന്നിട്ട് ഈ പാട്ട് വേണേൽ മറ്റേ പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കൂട്ടാ, എന്നെ കൂട്ടാന്ന് വിളിക്കും, കൂട്ടാ നീ ഇത് പാടും.
പിന്നെ അവിടെ വേറെ ചോദ്യമില്ല, എന്നാൽ ദേവരാജ മാഷ ശിശില അടുത്ത സെക്കൻഡിൽ അടിയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് പാടി കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നു. അത് കഴിഞ്ഞ് ഫിലിം റിലീസ് ചെയ്തപ്പോൾ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ, കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്ന ഈ ഗാനം മാത്രമേ സിനിമയിലുള്ളൂ. അതാണ് തലയിലെഴുത്തെന്ന് പറഞ്ഞൊരു കാര്യം. അതിന് ആരടുത്ത് ഞാൻ നന്ദി പറയണം എന്നെനിക്ക് അറിഞ്ഞത്. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ഈ പാട്ടിനാണ്. കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി. എല്ലാം നിമിത്തം. ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കിരീടം എന്ന സിനിമയിൽ എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അല്ലെങ്കിൽ കിരീടം എന്താകും എന്ന് ആലോചിക്കും. അനശ്വരമാക്കിയ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, എൻ്റെ സ്വന്തം ഗാനം. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ആയിരമൊക്കെ സമ്പൽ സ്മൃതിയോടുകൂടി ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം ലാലുവിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ജഗദീഷ് പറഞ്ഞ പോലെ ശരിക്കും റിയൽ സ്റ്റോറി അങ്ങനെ എടുക്കാൻ വീണ്ടും സിബിക്കും സാധിക്കട്ടെ. ഈ ടീമിനെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പടം എല്ലാവരും തിയേറ്ററിൽ കാണണം. കാരണം ഇപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ കാണണം എന്നുള്ളൊരു മോഹം തോന്നി. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. കുറച്ചുകൂടെ ശക്തമായ കൈഡി with all the love we hold for this amazing person, our very own ലാലേട്ടൻ. And ഈ സ്നേഹ സമ്മാനം നൽകുന്നതിനായി കിരീടം സിനിമ നമുക്ക് സമ്മാനിച്ച ആ 2 പ്രൊഡ്യൂസേഴ്സിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കമിംഗ് ഓൺ ടു ദി സ്റ്റേജ് റെസ്പെക്റ്റഡ് കിരീടം ഉണ്ണി സർ ആൻഡ് ദിനേശ് പണിക്കർ സർ. താങ്ക് യു സോ മച്ച്. ലലേട്ട കുറച്ചു നേരം കൂടി ഈ വേദിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ സ്നേഹത്തോടു കൂടി തന്നെ. Kiridam series, thank you so much from the bottom of all our hearts, the hearts of all Malayalam movie lovers, for gifting us so many great movies. സിബി മലയിൽ സാറും കൂടെ ഈ ഒരു വേദിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. നല്ല കൈഡിയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു സിനിമ സമ്മാനിച്ച ഒരുപാട് പേര് ഈ വേദിയിലേക്ക് വരികയാണ്. അവർക്കുള്ള സ്നേഹ സമ്മാനം നൽകുന്ന ഈ വേദിയിൽ ആ സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ. കയ്യടിയുടെ അകമ്പടിയോടുകൂടി ആവട്ടെ ഈ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു for remastering and gifting us this movie once again. മലയാളികൾ എക്കാലവും ഏറ്റവും അധികം ആസ്വദിച്ച മഴയോട് Thank you so much for that lovely applauses. And the voice of Lalaten in all our minds, our very own M.G. Srikumar sir. ഇങ്ങ് കേരളം മുതൽ അങ്ങ് ബോളിവുഡ് വരെയുള്ള സജീവ സാന്നിധ്യമായി മാറിയ ഒരു ശബ്ദം നമ്മുടെ പ്രിയപ്പെട്ട M.G. Srikumar sir. Thank you so much for being here with us. Thank you so much, ma'am. The actor, producer, and a forum. ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ശ്രീ
And also may I request the presence of തൊട്ടു പിന്നാലെ കിരീടം കുടുംബത്തിന്റെ ഒരു സ്നേഹ സമ്മാനം സ്വീകരിക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ശ്രീ യദു കൃഷ്ണൻ for being with us. And now may I request the presence of Mr. Pujapura Radhakrishnan sir. Thank you for being here with us today. നമ്മുടെ കിരീടം ചിത്രം അതിന്റെ പബ്ലിസിറ്റി ഡിസൈൻസിന്റെ ഒക്കെ പിന്നിലുള്ള ആ ഒരു മനോഹരമായ കിരീടത്തിന്റെ സംവിധായകനായ സി ബി മലയിൽ സാറിന് എല്ലാ നിമിഷവും ഒരു ശക്തമായ കൈത്താങ്ങായി മാറിയ